നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച പ്രതിഷേധജ്വാലയിൽ പാർലമെന്റ്. കടുത്ത നടപടി ഉറപ്പെന്ന് പ്രധാനമന്ത്രി. നിലപാട് കടുപ്പിച്ച് പ്രതിപക്ഷം. പ്രതിഷേധ കടലായി ജന്തർ മന്ദർ. പോലീസിനെതിരെ കടുത്ത ആരോപണങ്ങൾ. രാജ്യസഭയിൽ വൻ പ്രതിഷേധം. സഭ സ്തംഭിച്ചു. രാജ്യത്തെ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അനിശ്ചിതത്വത്തിലാക്കിയ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയും ക്രമക്കേടുകളും രാജ്യ തലസ്ഥാനത്ത് വൻ രാഷ്ട്രീയ കൊടുങ്കാറ്റാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. പാർലമെന്റിന്റെ ഇരുസഭകളിലും തെരുവുകളിലും ഇതുയർത്തിക്കൊണ്ടിരിക്കുന്ന വിവാദം ചില്ലറയല്ല. പരീക്ഷാ പേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ട കുറ്റവാളികളെ എത്ര വലിയവരായാലും ജയിലിലടയ്ക്കുമെന്നും വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയെങ്കിലും കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണങ്ങളിൽ പ്രതിപക്ഷം തൃപ്തരായിട്ടില്ല. ചോദ്യപേപ്പർ വിവാദവും ഡൽഹിയിലെ വിദ്യാർത്ഥി പ്രക്ഷോഭവും മുൻനിർത്തി പ്രതിപക്ഷം പ്രതിഷേധം ശക്തമാക്കിയതോടെ രാജ്യസഭയുടെ നടപടികൾ നിരവധി തവണയാണ് നിർത്തിവെച്ചത്. NDA പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വെച്ചാണ് ചോദ്യപേപ്പർ വിവാദത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നയം വ്യക്തമാക്കിയത്. പരീക്ഷാ ചോർച്ചയെയും ക്രമക്കേടുകളെയും ദേശീയ പ്രാധാന്യമുള്ള വിഷയം എന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി ഇതിൽ കക്ഷി രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്നും ഓർമ്മിപ്പിച്ചു. സംഭവം പുറത്തുവന്നയുടൻ തന്നെ കേന്ദ്ര സർക്കാർ ദ്രുതഗതിയിൽ ഇടപെട്ടിട്ടുണ്ടെന്നും കേസിൽ ഉൾപ്പെട്ട 13 പേരെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചതായും അദ്ദേഹം അറിയിച്ചു. വിദ്യാർത്ഥികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പുനഃപരീക്ഷകൾ കൃത്യസമയത്ത് നടത്താൻ മുൻഗണന നൽകിയെന്നും കുറ്റക്കാർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ നീതിന്യായ വ്യവസ്ഥയുടെ സഹായം തേടുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. യുവാക്കളുടെയും വിദ്യാർത്ഥികളുടെയും താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നാണ് സർക്കാരിന്റെ പ്രഖ്യാപനം. ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് കാരണക്കാരായ ഉദ്യോഗസ്ഥർക്കും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കുമെതിരെ കടുത്ത നടപടി ആവശ്യപ്പെട്ട് പാർലമെന്റിലേക്ക് പ്രതിഷേധം നടത്തിയ കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകർക്കെതിരെ കടുത്ത ആക്രമണമാണ് ഇന്നലെ ഡൽഹിയിലുണ്ടായത്. പാർലമെന്റിലേക്ക് നടന്ന മാർച്ചിൽ CJP പ്രവർത്തകരും വിദ്യാർത്ഥികളും പ്രമുഖ വ്യക്തികളുമാണ് പങ്കെടുത്തത്. പ്രതിഷേധക്കാർക്ക് നേരെ ഡൽഹി പോലീസ് ക്രൂരമായ ലാത്തിചാർജ് നടത്തുകയും വോളണ്ടിയർമാരെ തല്ലിച്ചതക്കുകയും ചെയ്തതായി CJP ആരോപിച്ചു. പ്രമുഖ സാമൂഹിക പ്രവർത്തകരെയും പ്രതിഷേധക്കാരെയും പോലീസ് അപമാനിച്ചെന്നും വണ്ടികൾ തകർത്തെന്നും CJP വക്താക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം തെറ്റായ ആരോപണങ്ങളാണ് പ്രചരിപ്പിക്കുന്നതെന്നും സുരക്ഷ മുൻനിർത്തി നിയമാനുസൃതമായ നടപടികൾ മാത്രമാണ് സ്വീകരിച്ചതെന്നുമാണ് ഡൽഹി പോലീസിന്റെ ഔദ്യോഗിക പ്രതികരണം. തെരുവിൽ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വന്ന പോലീസ് അതിക്രമവും ചോദ്യപേപ്പർ ചോർച്ചയും സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്ന് പ്രക്ഷുബ്ധമാക്കി. രാജ്യസഭ ചേർന്ന ഉടൻ തന്നെ പ്രതിപക്ഷ നേതാവ് മല്ലികാർജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ അംഗങ്ങൾ വിഷയത്തിൽ അടിയന്തര ചർച്ച ആവശ്യപ്പെട്ടു. ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി വെച്ചാണ് സർക്കാർ കളിക്കുന്നതെന്നും ജന്തർ മന്ദറിൽ സമാധാനപരമായി പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ക്രൂരമായി അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി. സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷ അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ചതോടെ അധ്യക്ഷൻ സഭാ നടപടികൾ നിർത്തിവെക്കുകയായിരുന്നു. ചോദ്യപേപ്പർ ചോർച്ചയും അതിനെ തുടർന്നുണ്ടായ പ്രക്ഷോഭങ്ങളും കേന്ദ്ര സർക്കാരിനെ വലിയ പ്രതിരോധത്തിലാക്കിയിരിക്കുകയാണ്. പരീക്ഷാ സംവിധാനങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിശ്വാസം വീണ്ടെടുക്കുക എന്നത് സർക്കാരിന് വൻ വെല്ലുവിളിയായിരിക്കുകയാണ്. മാത്രമല്ല, പ്രതിപക്ഷം ഒന്നടങ്കം വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും പാർലമെന്റ് നടപടികൾ തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നത് സർക്കാരിന് മേൽ സമ്മർദ്ദം കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അടിച്ചമർത്തൽ നടപടികൾ പ്രതിഷേധത്തിന്റെ തീവ്രത കൂട്ടാനേ ഉപകരിക്കൂ എന്ന മുന്നറിയിപ്പുമായി കൂടുതൽ സംഘടനകൾ ഡൽഹിയിലേക്ക് എത്തുന്നതോടെ വരും ദിവസങ്ങളിൽ സമരം ശക്തിപ്പെടാനാണ് സാധ്യത. ചോദ്യപേപ്പർ ചോർച്ചയിലെ CBI അന്വേഷണവും അറസ്റ്റുകളും ചൂണ്ടിക്കാട്ടി സർക്കാർ പ്രതിരോധം തീർക്കുമ്പോഴും പരീക്ഷാ നടത്തിപ്പിലെ സമഗ്രമായ അഴിച്ചുപണിയും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ മറുപടിയുമില്ലാതെ പാർലമെന്റ് സാധാരണ നിലയിലാകില്ലെന്ന വ്യക്തമായ സൂചനയാണ് പ്രതിപക്ഷം നൽകുന്നത്.